ഹായ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്കാൽപ്പിംഗ് ആണ് അല്ലേ. അപ്പോൾ മാർക്കറ്റിൻ്റെ ഹൈ വോളറ്റൈലിറ്റി വരുന്ന ഹൈ മൊമെൻറ്റം വരുന്ന ഒരു സമയത്ത് മാർക്കറ്റിനുള്ളിൽ സ്കാൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഞാൻ അതാണ് എല്ലാ ദിവസങ്ങളിലും ട്രേഡ് ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 9:15 ടു ഒരു 11 o'clock എൻ്റെ ട്രേഡ്സ് ആണ് ഞാൻ അവസാനിപ്പിക്കുക. യൂഷ്വലി അതിന് മുന്നേ തന്നെ ട്രേഡ്സ് ഓവർ ആകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡിനുള്ളിൽ ഞാൻ പെട്ടെന്ന് ഒരു ഫസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ എൻ്റെ ട്രേഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡിനെ കുറിച്ചിട്ട് എനിക്കറിയണം എന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസും ഒരുപാട് സമയം കണ്ടെത്തലിലൂടെ പഠിച്ച ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് എല്ലാ മാർക്കറ്റിലും വർക്ക് ചെയ്യത്തില്ല. ഇതൊരു ട്രേഡിംഗ് ഐഡിയയാണ്. സോ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഈ കാണുന്ന ട്രേഡിംഗ് മെത്തേഡിൽ ഏറ്റവും റിസ്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് മെത്തേഡാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ പ്രോഫിറ്റും ലോസും മാറി മറിയുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് ആ ഒരു ട്രേഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ട്രേഡിംഗ് മെത്തേഡിനെ കുറിച്ചിട്ടല്ല ഞാനിവിടെ പറയുന്നത്, ഒരു സ്ട്രാറ്റജിയെ കുറിച്ചിട്ടും അല്ല പറയുന്നത്. ഈ മാർക്കറ്റ് കണ്ടീഷനിൽ എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തു എന്നുള്ള ട്രേഡിംഗ് അനാലിസിസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലും ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയോ ഒരു ട്രേഡിംഗ് ഐഡിയ നാളെയും വർക്ക് ചെയ്യാന്നുള്ള ഒരു ട്രേഡിംഗ് ഐഡിയയെ കുറിച്ചിട്ടല്ല അവിടെ പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ട്രേഡ് ചെയ്ത ഒരു ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഈ ചാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, മാർക്കറ്റ് ഇന്നലെ വീഴുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരുന്ന നമ്പേഴ്സാണ്. 24,000 മേളിൽ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ കണ്ടാൽ അറിയാം 24,100 മേളിലാണ് നമ്മുടെ റിയൽ ട്രേഡ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 23,800 താഴെ മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടായിരുന്നു നമ്മളവിടെ സംസാരിച്ചിരുന്നത് അല്ലേ. സോ ഈ ഒരു ഏരിയ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് വീഴുന്ന സമയം ഇവിടെ വന്ന് ഇത് ഹിറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് പോയി. മാർക്കറ്റ് ഒരു നെഗറ്റീവ് സോണിലേക്ക് പോയി, നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോയി. അപ്പോൾ അവസാനത്തെ മണിക്കൂറുകൾ അല്ലെങ്കിൽ അവസാനത്തെ കുറച്ച് സമയങ്ങളിലായിട്ട് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ട്രെൻഡ് താഴേക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ഇന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു ട്രേഡ് എടുക്കാം എന്നുള്ളൊരു പേഴ്സണൽ കോൺസെപ്റ്റിലാണ് ഇരുന്നത്. പക്ഷേ നമുക്ക് അത്യാവശ്യം മൊമെൻറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ സെൻസെക്സിലായിരിക്കും ട്രേഡ് ചെയ്തിരിക്കുക. സോ ഞാൻ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും. സോ ഓൾമോസ്റ്റ് ഇവിടെ നിഫ്റ്റിയിലൊരു ഗ്യാപ്പിൽ ആണ് ഓപ്പൺ ചെയ്തതെങ്കിൽ നിഫ്റ്റിയിൽ സെൻസെക്സിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിലല്ലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, ഫ്ലാറ്റായിട്ടായിരുന്നു. ഈ ഫ്ലാറ്റായിട്ട് നിന്നതിൽ നിന്ന് മാർക്കറ്റ് കയറാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ ഗ്യാപ്പ് അപ്പ് അവിടെ സസ്റ്റെയിൻ ചെയ്യും എന്നുള്ള ഫീല് വരികയും ഞാൻ ഇവിടെ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തു. പക്ഷേ എക്സ്പയറി ഡേ ആണ്. ഈ ട്രേഡ് എങ്ങാനും റോങ് ആയി പോയാൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ ഓൾമോസ്റ്റ് 30%, അതായത് സ്കാൽപ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഒരു 20-30% ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ട്രേഡ് കുറച്ചുകൂടെ ഒന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം എന്ന് വെയിറ്റ് ചെയ്തു. എന്നാൽ ഈ ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു ട്രേഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പിലേക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാം, ഇത് ഇങ്ങനെ ഒരു ട്രേഡ് ഞാൻ ഗ്രൂപ്പിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രീമിയം വളരെ സോഫ്റ്റായിട്ട് നിൽക്കുകയും പ്രീമിയം ഒരു 440 മേളിൽ കയറിയാൽ ഇതൊരു ട്രേഡായിട്ട് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ടാർഗറ്റ് 520 ആയിരുന്നു. അതിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഒരു 80 പോയിന്റ് പ്രീമിയത്തിനകത്ത് ക്യാച്ച് ചെയ്യുക എന്നുള്ളൊരു ട്രേഡ് അത് ഹിറ്റ് ചെയ്തു. ഇന്നത്തെ ലോ ആയിരിക്കണം അതിൻ്റെ SL എന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിന് ശേഷം അത് വളരെ വലിയൊരു മുന്നേറ്റം ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അത് ഒരു വലിയ മുന്നേറ്റം എന്നല്ല, ഒരു 560 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് അപ്പോൾ മാർക്കറ്റ് ഈ പോയ മാർക്കറ്റ് ഏകദേശം ഒരു ഹൈയിൽ പോയി ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡോജ് കണ്ടാൽ അറിയാം, ഇതൊരു ഗ്രേവ് സ്റ്റോണിനോട് അടുത്തൊരു ക്യാൻഡിലായിരുന്നു അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സെറ്റപ്പ് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ട്രെൻഡ് റിവേഴ്സലിൻ്റെ തൊട്ട് മേളിൽ ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായി എൻ്റെ ഫസ്റ്റ് ട്രേഡിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ അറിയാം മാർക്കറ്റിൽ ഒരു
ഒരു കൺസോൾട്ടേഷൻ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ്, ഇങ്ങനെ ഒരു വീക്ക്നെസ് അവിടെ നിന്നുണ്ടായിരുന്നു. ഇതൊരു റൈസിങ് വെഡ്ജായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഈ ഒരു റൈസിങ് വെഡ്ജിൽ നിൽക്കുമ്പോൾ മാർക്കറ്റിനെ ഒന്ന് ഷോർട്ട് ചെയ്തു. ഈ ട്രേഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെ ഇതിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത്, സോറി ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് കുറച്ചുകൂടെ താഴേക്ക് ഒരു സെക്കൻഡ് ടാർഗറ്റ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 720 ഫസ്റ്റ് ടാർഗറ്റ്, 660 സെക്കൻഡ് ടാർഗറ്റ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. 660 പിന്നീടാണ് ഹിറ്റ് ചെയ്തത്, പക്ഷേ അതിന് മുമ്പ് പ്രീമിയം നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഇവിടെ എന്താ സംഭവിച്ചത്? സെൻസെക്സിലായിരുന്നു ട്രേഡ് എടുത്തത്. സെൻസെക്സിൽ വലിയൊരു മുന്നേറ്റം കണ്ടു. എന്നിട്ട് ആ മുന്നേറ്റത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു വളരെ ചെറിയൊരു SL കീപ്പ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മാർക്കറ്റിനെ ഷോർട്ട് ചെയ്തു. ആ ഷോർട്ടിങ് എന്ന് പറയുന്നത് സിംഗിൾ ക്യാൻഡിൽ ഏകദേശം മാർക്കറ്റ് വീഴുന്നത് 78,300, ഓൾമോസ്റ്റ് 400 നിന്നാണ് അത് വീഴുന്നത്. ഈ നമ്പർ കണ്ടാൽ അറിയാം 78,440 ഞാൻ ഷോർട്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ മാർക്കറ്റ് പൾസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു വർഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം ഞാൻ എന്ത് ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഷോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ ഒരു 500 to 440 ഏരിയ എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് 500ൻ്റെ മേളിൽ ഒരു ചെറിയൊരു SL കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു മനസ്സിനകത്ത്. സോ മാർക്കറ്റ് ഏകദേശം ഫസ്റ്റ് ഒറ്റ ക്യാൻഡലിൽ തന്നെ ഏകദേശം 400 നിന്ന് ഏകദേശം ഒരു 380 പോയിന്റ് പ്രീമിയം മാർക്കറ്റ് വീഴുകയും ചെയ്തു. ഈ ഒരു വീഴ്ചയാണ് സിംഗിൾ ട്രേഡ്. ആദ്യത്തെ ട്രേഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രോഫിറ്റിലല്ലായിരുന്നു. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ വല്ലാത്തൊരു ഫോളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. സോ ഇതിനെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത് ഇന്ന് പ്രോഫിറ്റിലേക്ക് വന്ന ട്രേഡ് എന്ന് പറയുന്നത്. സോ ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു റൈസിങ് വെഡ്ജായിരുന്നു. റൈസിങ് വെഡ്ജിനെ ഷോർട്ട് ചെയ്ത് ആ ഒരു സിംഗിൾ ഫോളിൽ തന്നെ മാർക്കറ്റിൽ ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. ഓൾമോസ്റ്റ് വീണ്ടും രണ്ടാമതൊരു ട്രേഡ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് 2 ട്രേഡ് ആയപ്പോഴേക്കും ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഐ തിങ്ക് ഇവിടെ തന്നെ തീർന്നു ആ ട്രേഡ്. പിന്നീട് ഒരു കുഞ്ഞൊരു ട്രേഡ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ആ ട്രേഡ് തീർന്നു. തിരിച്ച് മാർക്കറ്റ് കയറുന്ന കണ്ടപ്പോൾ ആ ട്രേഡ് കംപ്ലീറ്റ്ലി സ്ക്വയർ ഓഫ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് ഞാൻ ആ ഐഡിയ പറഞ്ഞു തന്നു. മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് അപ്പ് സെൻസെക്സിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ എക്സ്പയറി ആയിരുന്നു. സോ എക്സ്പയറി ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാനിരുന്നു. അപ്പോഴേക്കും ഈ ട്രേഡ് ടാർഗറ്റ് പോയി ഹിറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നപ്പോൾ ഈ സോണൊക്കെ മുന്നേ വരച്ചിരിക്കുന്ന സോൺസാണ്. കഴിഞ്ഞ ഒരു 2-3 മാസമായി നമ്മൾ വരച്ചിരിക്കുന്ന ഒരു സോണുകളാണ് ഇതെന്ന് പറയുന്നത്. സോ ആ സോൺ എത്തുമ്പോഴേക്കും മാർക്കറ്റിൽ ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി വരികയും ഷോർട്ട് ചെയ്ത് നോക്കുകയും ചെയ്യുകയായിരുന്നു. സോ ഇതാണ് ഇന്നത്തെ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം ഒരു അരമണിക്കൂർ, മാക്സിമം ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ഏകദേശം ട്രേഡ്സ് കംപ്ലീറ്റ്ലി ഒഴിവായി. അതിനുശേഷവും ട്രേഡ്സ് ഉണ്ടായിരുന്നു, നല്ല ട്രേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. നല്ല ട്രേഡ് ചെയ്യാൻ കോൺഫിഡൻ്റ് ഉള്ള ഒരു വ്യക്തിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റായിരുന്നു ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ ഒരു 11 മണിക്കുള്ളിൽ ട്രേഡ് തീർക്കുക എന്നുള്ളത്. ഓൾമോസ്റ്റ് 11 മണിയായപ്പോഴേക്കും മാർക്കറ്റ് ഏകദേശം ഈ ഒരു ഏരിയയിൽ വന്ന് നിന്നു. ഇതിനുശേഷം കണ്ടാലറിയും ക്യാൻഡിലുകൾക്ക് വലിയ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത്. സോ അതിനു മുന്നേ നമ്മൾ ട്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഫൈൻ, ഓക്കെ. ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല ഒരു ട്രേഡ് അനാലിസിസ് ഒന്ന് പറഞ്ഞു തരാമോ എന്നൊരു റിക്വസ്റ്റ് വരുമ്പോൾ നമ്മുടെ ചാനലിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് എന്നും അവർക്ക് കൂടുതൽ നോളജ് വേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നതാണ്. സോ ഇത്രയും നേരം നിങ്ങൾ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ട്രേഡിംഗ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഭാവിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതാണ്. സോ അതിന് സാധ്യതയുണ്ട്. നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ട്രേഡിംഗ് പഠിക്കുമ്പോൾ എല്ലാം നമ്മുടെ റിയൽ ട്രേഡർ ആകുക. പഠിച്ച് നല്ല എക്സ്പീരിയൻസോടെ മാർക്കറ്റിനെ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു കാലം. അതിന് ചിലപ്പോൾ 6 മാസം എടുത്തേക്കും, ചിലപ്പോൾ 1 വർഷം എടുത്തേക്കും, ചിലപ്പോൾ 2 വർഷം എടുത്തേക്കാം. സോ അങ്ങനെ ഒരു കാലഘട്ടം വെയിറ്റ് ചെയ്യാൻ ക്ഷമയുള്ള ഒരു വ്യക്തിക്ക് ഒരു ട്രേഡർ ആകാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. പഠിച്ചു തീർന്നു ട്രേഡിങ് ഞാൻ ജസ്റ്റ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും എടുത്തിരിക്കുക. സോ ഇത്രയൊക്കെയാണ് അവിടെ പറയാനുള്ളത്. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹാർഡ്ലി ഒരു 1 അവറിന് താഴെയുള്ള ഒരു ട്രേഡിംഗ് സെഷനായിരുന്നു. അത്യാവശ്യം നല്ലൊരു റിട്ടേൺ കിട്ടി.
റിട്ടേണും പ്രോഫിറ്റും എൻ്റെ ട്രേഡും കംപ്ലീറ്റ്ലി സ്റ്റുഡൻസ് ഗ്രൂപ്പിനകത്ത് ഞാൻ അവിടെ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ് അവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡ്സ് എങ്ങനെ എടുത്തു എന്നുള്ളത് കംപ്ലീറ്റ്ലി നിങ്ങൾക്കും ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഈ ഒരു അനാലിസിസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ മുന്നിലേക്ക് പോകുമ്പോൾ ഇനിയും നല്ല അനാലിസിസ് വരുമ്പോൾ ഞാൻ ഇതുപോലെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇത്രയും കണ്ടിരുന്നതിന് താങ്ക് യു ആൻഡ് ട്രേഡ് സേഫ്, ടേക്ക് കെയർ.